ഹലോ, വെൽക്കം ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? തിരുവോണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാവരും ഭംഗിയായിട്ട് ആഘോഷിച്ചോ? ഇവിടെ ചെറിയ രീതിയിലുള്ള ഒരു ഓണം സെലിബ്രേഷനൊക്കെ ഉണ്ടായിരുന്നു. അത്ര വലിയ വിപുലമായിട്ട് നാട്ടിലെ പോലെ അത്ര വളരെ ഭംഗിയായിട്ടുള്ള ഓണം സെലിബ്രേഷനൊന്നും ഇല്ലായിരുന്നു. എന്നാലും ചെറിയ രീതിയിൽ അങ്ങനെ ഓണമൊക്കെ ഭംഗിയായി കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇന്ന് നമുക്ക് ഇവിടെ ദുബായിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ലവ് ലേക്ക് ഉണ്ട്. ആ ലവ് ലേക്കിലേക്ക് ഒരു യാത്ര പോയാലോ? അവിടുത്തെ കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് കാണാം. ഓക്കെ, അങ്ങനെ നമ്മൾ ലവ് ലേക്കിലെത്തിയിട്ടോ. നല്ല ഭംഗിയുള്ള സ്ഥലം, ഇഷ്ടം പോലെ പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. എത്ര വണ്ടികൾ വേണമെങ്കിലും പാർക്ക്, ഏക്കർ കണക്കിന് സ്ഥലം കിടക്കുക പാർക്കിങ്ങിന്. പിന്നെ ഇത് നല്ല റഷുള്ളൊരു സമയത്താണ് ഞാൻ പോയത്. ഇവിടെ നോക്കിയേ, ഫുൾ കാട്. രാത്രിയൊക്കെ ആകുമ്പോൾ നല്ലോണം ഇരുട്ടാവും. ഒറ്റയ്ക്കൊക്കെ ആയി കഴിയുമ്പം ഭയങ്കര പേടിയാവുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഈ സ്ഥലം കാണുമ്പം. ഇവിടെയൊക്കെ നല്ല കാട് പോലത്തെ സ്ഥലം. ഈ കാടിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ഒരു വഴിയുണ്ട്. ഇതിലിങ്ങനെ പോയി കഴിഞ്ഞാൽ അവസാനം നമ്മൾ എത്തുന്ന സ്ഥലമാണ് ലവ് ലേക്ക് കേട്ടോ. നോക്കി മരമൊക്കെ നോക്കി നല്ല പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കുന്ന ആൾക്കാർക്ക് പറ്റിയതാണ്. കുറേ ഹാർട്ടുണ്ട്. നോക്കിയ ഹാർട്ട് പല സ്ഥലത്തും ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവിടെ ഫോട്ടോയ്ക്കൊക്കെ പറ്റിയ നല്ല സൂപ്പർ സ്ഥലമാണ്. ഫോട്ടോ ആൽബംസൊക്കെ എടുക്കാനായിട്ട് നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ. ഞങ്ങൾ ചെറിയൊരു ബാർബിക്യൂവും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് പോയത്. അപ്പോൾ ഇതാ ലേക്കിൻ്റെ മുന്നിൽ കുറച്ച് മണ്ണ് പോലെ ഉണ്ട്, അവിടെയാണ് കേട്ടോ ബാർബിക്യൂ എല്ലാം പതുക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചു. ഇതിപ്പോൾ വേറെ വെജിറ്റേറിയൻസിന് വേണ്ടിയിട്ട് വേറെ ബാർബിക്യൂ സെറ്റ് ഉണ്ട്. ഇത് നോൺ വെജ് കബാബ്സാണ്. ഇതവിടെ താഴെയുള്ളതാണ് വെജിറ്റേറിയൻസിനുള്ള ബാർബിക്യൂ. ഇത് അങ്ങനെ ബാർബിക്യൂ എല്ലാം സെറ്റ് ചെയ്തു. അതിന് ശേഷം അവിടെയൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി കാണാൻ പോയി. അവിടെ നോക്കിയോ, എല്ലാം പല സ്ഥലത്ത് പല ടൈപ്പ് ഹാർട്ടുകളുണ്ട്. നമ്മൾ ഫോട്ടോ എടുക്കാനൊക്കെ നല്ല സൂപ്പർ സ്ഥലമാണ് കേട്ടോ. അങ്ങനെ ലാസ്റ്റ് അതെല്ലാം ചുറ്റി നല്ല തിരക്കായതുകൊണ്ട് അങ്ങനെ അത്രയ്ക്ക് കാര്യമായിട്ടൊന്നും എടുക്കാൻ പറ്റിയില്ല. എന്നാലും ഈ ലേക്ക്, ശരിക്കും ഈ ലേക്ക് ഒരു ഹാർട്ടിൻ്റെ ഷേപ്പിലാണ് ഉള്ളത്. നമ്മളിപ്പോൾ ഇങ്ങനെ സൈഡിൽ നിന്ന് നോക്കിയാൽ നമുക്കത് മനസ്സിലാവില്ല, അതിൻ്റെ ഷേപ്പ് ശരിക്കും മനസ്സിലാവില്ല. മോളിൽ നിന്നുള്ള ഹെലികോപ്റ്റർ വ്യൂ, പാരച്യൂട്ട് വ്യൂ ഒക്കെ ആണെങ്കിലാണ് ശരിക്കും ആ ഹാർട്ടിൻ്റെ ഷേപ്പും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുക. ഈ ലേക്ക് നിറച്ച് ഇഷ്ടം പോലെ മീനുകളുണ്ട് കേട്ടോ. കോയി ഫിഷ് ആണ് മെയിനായിട്ടുള്ളത്. വലിയ വലിയ ഫിഷുകളാണ്. അത് ആ ലേക്കിൻ്റെ അങ്ങ് ഏത് വശത്ത് നിന്നാലും ആൾക്കാരുടെ അടുത്തേക്ക് ഈ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വരുന്നുണ്ട്. ഇഷ്ടം പോലെ ഫിഷുകളുണ്ട്. അപ്പോൾ ആൾക്കാരാണെങ്കിൽ ഫിഷിന് കൊടുക്കുന്ന ഫുഡൊന്നുമല്ല, അവർ കഴിക്കാൻ വരുന്ന ചിപ്സും അതും ഇതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഫിഷിനതൊന്നും ഒരു പ്രശ്നമല്ല, എന്ത് കിട്ടിയാലും കഴിക്കും എന്നുള്ള ഭാവത്തിലാണ്. ഭയങ്കര മത്സരമാണ് ഈ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ നിന്ന് അറ്റം വരെ ഏത് ഭാഗത്ത് ചെന്നാലും അവിടെ എല്ലാം ഈ ഫിഷ് തന്നെ ഉള്ളത്. ഇതിൻ്റെ ഈ ലേക്കിൻ്റെ ഷേപ്പ് ഞാൻ ലാസ്റ്റ് ഫോട്ടോയിലിടാം കേട്ടോ. പിന്നെ ഇനിയിപ്പം ഇവിടെ ഇതൊക്കെ ഉള്ളൂ കാഴ്ചകൾ. നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ്. ഫോട്ടോ ഒക്കെ എടുക്കാൻ നല്ല സൂപ്പർ സ്ഥലമാണ്. എല്ലാവരും പറ്റിയാൽ ഇവിടെ ഒന്ന് വിസിറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ശരി, വേറെ ഞാൻ കുറച്ച് പിക്ചേഴ്സ് എടുത്തിട്ടുണ്ട്, അതെല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ഉടനെ കാണാം. വ്യത്യസ്തമായ മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.